മർക്കോസിന് സുവിശേഷമാണോ, ലൂക്കോസിന് സുവിശേഷമാണോ, യോഹന്നാന്റെ സുവിശേഷമാണോ? ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ജനസമൂഹം യഥാർത്ഥ സുവിശേഷം തപ്പി നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിരവധി പാസ്റ്റർമാരുണ്ട്. പാസ്റ്റർ ധർമ്മദാസ് ഉണ്ട്, പാസ്റ്റർ ജെൻസിസ് ഉണ്ട്, അതുപോലെ പാസ്റ്റർ സുജിൻ, അതുപോലെ പാസ്റ്റർ സോമരാജ്, പാസ്റ്റർ സോമൻ തമ്പി, ഇങ്ങനെ പല പാസ്റ്റർമാരും നമ്മോടൊപ്പം ഉണ്ട്. ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. ഈ മഴയും സഹിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ വചനം അറിയിക്കാൻ കാരണം ഞാൻ ഒന്നും പറയട്ടെ, നാം അറിഞ്ഞതായ ഒരു വലിയ സത്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14 മുതൽ 3 മുതൽ ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഇനി ലോകത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ്. ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് വരാൻ പോകുന്ന സംഭവങ്ങൾ ഇതെല്ലാം ശിഷ്യന്മാരോട് ശക്തമായി കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോൾ യേശു നിരവധി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസൂചനകളെ കുറിച്ച് നിങ്ങൾ കേൾക്കും, നിങ്ങൾ ചഞ്ചലപ്പെടാതിരിക്കും. അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി ജാതിയോട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷാമം, ഭൂകമ്പം അതുമിതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നൈജീരിയ, ആഫ്രിക്കൻ മറ്റ് നാടുകളിലൊക്കെ മനുഷ്യന് ആഹാരമില്ലാതെ ക്ഷാമവുമായി ഇന്ന് മണ്ണ് മാത്രം ഭക്ഷിച്ചു കഴിയുന്ന അനേക ആളുകൾ, കുട്ടികൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. ആഹാരങ്ങളില്ല, ഫലഭൂഷമായ ആഹാരങ്ങളില്ല. അങ്ങനെ കർത്താവായ ക്രിസ്തു പറഞ്ഞതായ വാക്കുകൾ, വചനങ്ങൾ അണിവിടെ തെറ്റാതെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി യേശു അവസാനമായി പറഞ്ഞ് നിർത്തിയത് രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകവ്യാപകമായി അറിയും. അത് ഏത് സുവിശേഷമാണ് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 6 മുതൽ 12 വരെ 3 സുവിശേഷങ്ങളുണ്ട്. അതിന് നിത്യ സുവിശേഷം എന്ന് പറയും, അല്ലെങ്കിൽ everlasting gospel, 3 angels message, 3 മാലാഖമാരുടെ ദൂതുകൾ. ഈ ദൂതിനെ, ഈ സുവിശേഷത്തെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14 പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ആ സുവിശേഷം AD 1843-44 ഇടയിൽ ലോകത്ത് പ്രസംഗിക്കപ്പെട്ട ഒരു വചനമാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മുടെ പ്രിയങ്കരായ പാസ്റ്റർമാര് വായിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ പ്രിയ ദൈവമക്കളെ, ആകാശമധ്യേ ഒരു ദൂതൻ പറക്കും. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത് പറയുന്നവരാണ് ദൂതൻ. ദൂത് പറയുന്നവര്. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുമാരാണ്, ദൂതന്മാരാണ്. ദൂതുകൾ പറയുന്നവരാണ് ദൂതൻ. അല്ലാതെ ആകാശത്തിലൂടെ ചിറക് വെച്ച് പറക്കുന്നതായ ദൂതന്മാരെ അല്ല. വേറൊരു ദൂതൻ ആകാശമധ്യ പറയുന്ന, ആകാശമധ്യം എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി പറക്കുന്ന ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും, ഭൂലോകത്തിലുള്ള സകല ജാതിയോടും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം. ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം, everlasting gospel, അവസാനമില്ലാത്ത നിത്യമായ ഒരു സുവിശേഷ ദൂത് ആ ദൂതന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെന്താണ് ആ ദൂത്? ദൈവത്തെ ഭയപ്പെട്ട്, ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക, അവന് മഹത്വം കൊടുപ്പീൻ, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അവനൊരു ന്യായവിധിയുണ്ട്. ആകാശവും ഭൂമിയും സമുദ്രവും ആയതുകൊണ്ട് ഇവിടെ എന്തോ ഒരു അപകടകരമായ കാര്യം നടക്കുന്നു. അതുകൊണ്ടാണ് ദൈവം വാണിംഗ് കൊടുക്കുകയാണ്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ.
എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ആ ദൂതൻ അത്യുച്ചത്തിൽ പറഞ്ഞു. സകല ജനവും കാണെ കേൾക്കെ അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ്? ഒരു ന്യായവിധിയുണ്ട്. ആയതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും സൃഷ്ടിച്ചവനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു അപകടമുണ്ട്. ആ അപകടം മറ്റൊന്നുമല്ല, ദൈവത്തെ കഴിഞ്ഞ് മറ്റെന്തിനെയോ മനുഷ്യൻ ചെയ്യുന്നു, ആരാധിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി ആരെയോ മനുഷ്യർ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആകാശവും ഭൂമിയും നീരുറവുകളെയും സമുദ്രത്തിൽ സൃഷ്ടിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ ഒരു വലിയൊരു വിഗ്രഹ ആരാധന നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ദൈവത്തെ ആരാധിക്കേണ്ടതായ ദിവസത്തെ മറന്നു എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ആരാധിക്കുന്നുണ്ട്. ദൈവത്തിന് വിപരീതമായ ഒരു ആരാധന, ദൈവം പറഞ്ഞതായ ദിവസത്തിന് വിപരീതമായി ആരാധനകൾ നടക്കുന്നത് കൊണ്ട് ദൈവം ദൂതന്മാരിലോട് പറഞ്ഞിരിക്കുന്നു, ലോകവ്യാപകമായി സകല ജാതി ഗോത്ര ഭാഷക്കാരുടെ അറിയിപ്പാൻ ഒരു നിത്യസുവിശേഷം കൊടുത്തുവിടുന്നു. അവരിന്ന് ലോകവ്യാപകമായി ഞങ്ങളെ പോലുള്ളവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന്, ദൈവത്തിന് വലിയൊരു ന്യായവിധിയുണ്ട്. ആകാശവും ഭൂമിയും നീരുറവും സമുദ്രവും സൃഷ്ടിയും നമസ്കരിക്കണം. അത് സകല ജാതിയും ഭാഷവും ഗോത്രവും സകല മനുഷ്യരും ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആ ജീവനുള്ള ദൈവം ആരെന്ന് പറഞ്ഞാൽ ആരാധിക്കാവൂ. അങ്ങനെ പറയുമ്പോൾ ആരാധിക്കാൻ പാടില്ല, അപ്പോസ്തലന്മാരെ ആരാധിക്കാൻ പാടില്ല, പിന്നെ ശിഷ്യന്മാരെ ആരാധിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും ആരാധിക്കാൻ പാടില്ല, ദൈവത്തെ മാത്രമേ എന്തിയാവൂ? ആരാധിക്കാവൂ എന്ന് ശക്തമായ ദൂത് നൽകുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദൂത് ഗൗരവമാണ്. ജീവനുള്ള ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് വീണ്ടും താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2-ാം ദൂതന്റെ 3-ാമത്തെ ദൂതൻ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവകൽപ്പനയിൽ അവിടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവര് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടാണ് ആവശ്യം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിൽ ആരെയാണ് ആവശ്യം? ധാരാളം ക്രൈസ്തവര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കോടാനുകോടി ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കുക? ഒന്ന്, ആകാശവും ഭൂമിയും സമുദ്രം നീരോളം സൃഷ്ടിച്ചവനെ നമസ്കരിക്കണം, ആരാധിക്കുക. 2, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. സ്തോത്രം. 1, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. 2, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളണം. പ്രിയ ദൈവജനമേ, നമുക്ക് ഏവർക്കും അറിയാം ദൈവത്തിന് ഒരു ന്യായപ്രമാണമുണ്ട് എന്നുള്ളത്. ന്യായപ്രമാണം ഏതാണ്ട് 135ഓളം ന്യായപ്രമാണങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യഹോവയായ ദൈവം അടിമയിൽ പാർത്തനായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിലായിരുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പ്രവാചകനായ മോശയോട് അരുളി ചെയ്തു. അങ്ങനെ മോശ വരികയും അവരെ സീനായി പർവ്വതത്തിന്റെ അടിവാറിൽ കൊണ്ടുവന്നിട്ട് ദൈവജനം ജീവിച്ചിരിക്കണമെങ്കിൽ അവര് കനാദേശം പാലും തേനും ഒഴുകുന്ന കനാദേശത്ത് അവരെത്തിച്ചേരണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം, അവന്റെ കൽപ്പനകളും എന്ത് ചെയ്യണം? അനുസരിക്കണം. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, നിന്റെ ജനത്തെ നീ ആദ്യം ചെയ്യണം, വിശുദ്ധീകരിക്കണം, ശേഷം നീ 2 കൽപ്പനകളുമായിട്ട് സീനായി പർവ്വതത്തിലേക്ക് കയറി വരണം. ഒരു ജനം അടിവാരത്തിൽ സീനായിയുടെ അടിവാരത്ത് എന്ത് ചെയ്യരുത്? നിൽക്കരുത്, വിശുദ്ധമാണ്. അങ്ങനെ പ്രവാചകനായ മോശ ദൈവം പറഞ്ഞ പ്രകാരം 2 കൽപ്പനകളുമായി സീനായി പർവ്വതത്തിൽ 40 രായും 40 പകലും ഉപവാസത്തോടുകൂടെ ദൈവത്തോടുകൂടിയായിരുന്നു. അവിടെ ദൈവം തന്റെ വിരലുകളാൽ മോശ കൊണ്ടുപോയതായി ദൈവം പറഞ്ഞ പ്രകാരം മോശ കൊണ്ടുപോയി. അത് 1-ാമത്തെ കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ
ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. 2, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും അത് മീതെ സ്വർഗത്തിലുള്ള യേശുവിന്റെ വിഗ്രഹമായിരുന്നാലും ദൈവത്തിന്റെ വിഗ്രഹമായിരുന്നാലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. കാരണം ദൈവത്തെ കൂടാതെയുള്ള ഏതൊന്നിനെയും എന്ത് ചെയ്യരുത്? സേവിക്കുകയോ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ യഹോവയായ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത കൽപ്പന ജനങ്ങൾ അറിയുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ 1, യാതൊരു വിഗ്രഹത്തിരുത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 2ാമത്തെ കൽപ്പന, യാതൊരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. അതാണ് ഞാൻ നേരത്തെ നമ്മൾ വായിച്ചത്. വെളിപ്പാട് 14-6 നമ്മൾ വായിക്കുമ്പോൾ ആകാശവും ഭൂമിയും നീരുറവുകളും സൃഷ്ടിച്ചതിനെ മാത്രമേ എന്ത് ചെയ്യാവോ? നമസ്കരിക്കാവൂ. അപ്പൊ 1ഉം 2ഉം കൽപ്പനകൾ പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ കൽപ്പനയിലേക്ക് വരുമ്പോൾ 10 കൽപ്പനകൾ. അങ്ങനെ മോശയുടെ കരങ്ങളിൽ നിന്ന് കൽപ്പനകളിൽ ദൈവം മോശയെ കൊണ്ട് പറയിപ്പിക്കുകയോ മോശയെ കൊണ്ട് എഴുതിപ്പിക്കുകയോ ചെയ്യാതെ ദൈവം തന്റെ സ്വന്തം കരങ്ങളാൽ 10 കൽപ്പനകൾ സീനായി പർവ്വതത്തിൽ വെച്ച് എഴുതി മോശയുടെ കരങ്ങളിൽ കൊടുത്തു. ഹല്ലേലൂയ. അതിവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ദൈവജനക്കണം. വെളിപാട് പുസ്തകം 6-ാം അധ്യായം. ഈ പ്രസംഗങ്ങളൊക്കെ ഒരു സമയം വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. എന്നാൽ എന്താണ് കൽപ്പന? ഇതെന്ന് മനുഷ്യർ അറിയാൻ കഴിയുന്നില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ 10 കൽപ്പനകൾ നിരനിരയായി യഹോവയായ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സ്വന്തം കരങ്ങളാൽ എഴുതി കൊടുത്തു. 1ാമത്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. 2ാമത്തെ കൽപ്പന, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. 3ാമത്തെ കൽപ്പന, എന്റെ നാമം എന്ത് ചെയ്ത് ഹൃദയം എടുക്കരുത്. 4, ശവത്താഴ് ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 5ാമത്തെ കൽപ്പന, നിനക്ക് ദീർഘായുസ്സുണ്ടാകണമെങ്കിൽ നിന്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. 6ാമത്തെ കൽപ്പന, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. ഇതാണ് 10 കൽപ്പന. ഇതാണ് ദൈവത്തിന് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം ഗ്രന്ഥമായി മറ്റൊന്നും തന്നെയില്ല. ഇതാണ് കൽപ്പന എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് കൽപ്പന. 10 കൽപ്പന എന്ന് പറഞ്ഞത് ദൈവം മോശയെ വിളിച്ച് മോശയോട് പറഞ്ഞ 2 കൽപ്പനകളുമായി കയറി വരിക. അതിൽ കൽപ്പനകൾ ഞാൻ എഴുതും, എന്റെ വിരൽ കൊണ്ട് എഴുതും. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ശബ്ദാനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. മനുഷ്യരാണ് മറന്നുപോകാൻ സാധ്യതയുണ്ട്. മറക്കാതിരിപ്പാൻ ഓർക്കുക. സാത്താൻ പറയുന്നു മറക്ക എന്ന്, ദൈവം പറയുകയാണ് ഓർക്ക എന്ന്. പ്രിയ ദൈവമക്കളെ, വേദപുസ്തകങ്ങൾ ഭംഗിയായി എന്ന് വായിക്കുക. വായിക്കാൻ അറിഞ്ഞൂടായെങ്കിൽ അറിയാവുന്നവരെ കുറിച്ച് വേദപുസ്തകം ഭംഗിയായി നിങ്ങൾ വായിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ യഥാർത്ഥ വഴിയെക്കുറിച്ച്, യഥാർത്ഥ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ സത്യത്തിലൂടെ നിങ്ങൾ നടക്കുക. ആ സത്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും. ആ സത്യത്തെ കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുള്ളൂ. എന്നാൽ ഞാൻ അതാ ഒരു വലിയ സത്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 10 കൽപ്പന ഇത് കാത്തുകൊള്ളും. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ 10 കൽപ്പന എന്ത് ചെയ്യും? കാത്തുകൊള്ളും. അങ്ങനെ നിങ്ങൾ കാത്തുകൊള്ളുകയാണെങ്കിൽ ഞാൻ എന്റെ പിതാവിനോട് പറയും, അപ്പൊ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടിയിരിക്കട്ടെന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ 10 കൽപ്പന അനുസരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ യോഹന്നാൻ 14:3 അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സത്യം നമ്മൾ അറിയാതെ പോകുന്നത്.
എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക, യഥാർത്ഥ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും. ആ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരു ശബ്ദാനുഭവമുണ്ട്. ആരും അനുസരണങ്ങൾ കാണിക്കരുത്, യേശുവിന്റെ വരവ് ഇത് ആസന്നമായിരിക്കുന്നു. ആ യേശുവിന്റെ വരവിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നത് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. പ്രിയാദി മക്കളെ, ഒരു വലിയ സ്വർഗ സാമ്രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവിടെ കള്ളന്മാരില്ലാത്ത, കൊള്ളക്കാരില്ലാത്ത, ആശുപത്രിയില്ലാത്ത, സെമിത്തേരില്ലാത്ത, തീവ്രവാദികളില്ലാത്ത, യാതൊരു കോടതികളോ പോലീസ് സ്റ്റേഷൻ ഒന്നുമില്ലാത്ത ഒരു സ്വർഗരാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ രാജ്യത്ത് നിങ്ങൾ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം. അവിടെ എത്തിച്ചേരണമെങ്കിൽ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും നിങ്ങൾ കാത്തുകൊള്ളുവാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാര് പാട്ടുപാടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ വചനങ്ങൾ ശ്രദ്ധിച്ച് ഈ പ്രസംഗം എല്ലാവർക്കും ദൈവനാമം നന്ദി പറയുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതായ ഞങ്ങളുടെ കാരക്കോണം സർക്കിൾ ചെയർമാൻ പാസ്റ്റർ എം രാജാദേവത്തെയും നിരവധി പാസ്റ്റർമാരുണ്ട്, അവർക്കൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ, ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിൽ യഥാർത്ഥ വഴി, യഥാർത്ഥ സത്യം, യഥാർത്ഥ പാത നിങ്ങൾ കാണിപ്പാനായിട്ട് ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ കിളിയൂർ പ്രദേശം ഒരു മനോഹരമായ പ്രദേശമാണ്. ഇവിടെ വസിക്കുന്ന എല്ലാ ജനവും ദൈവമക്കളാണ്. അവരുടെ യഥാർത്ഥ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദ അനുഭവമുണ്ട്. ആ ശബദ അനുഭവം 7-ാം ദിവസമാണ്. 7-ാം ദിവസം എന്നുള്ളത് 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസമായി ശനിയാഴ്ചയാണ് 7-ാം ദിവസം. അന്നാണ് യേശു ക്രിസ്തു ആരാധിച്ചത്. യേശു സഭയിൽ പോയത്, പള്ളിയിൽ പോയതും 7-ാം ദിവസമായ ശബദിലാണ്. ആ ദിവസത്തിൽ നിങ്ങളും കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. சோதனைகள் பெரும் வேதனைகள் துன்ப வேளைகளில் இயேசு சமூகம் போதும் போதும் உந்தன் கிருபை போதும் எந்தன் வாழ்வில் அன்பு அது தொடரும். சோதனைகள் பெரும் வேதனைகள் துன்ப வேளைகளில் இயேசு சமூகம் போற்றும் உன்னை வழிகாட்டும் உன்னை போற்றும் உன்னை வழிகாட்டும் உன்னை உறவாடுவே உயிருள்ள கண்மலையே உமத்தன்பினாய் உயிர்ப்பையும் என்னையுமே கரை தேடும் ஓடம் நான் கலங்கரை விளக்கம் நீ கரும் நீட்டினே கரும் பற்றினே கொடி சாத்துவே உறவாடுவே
வசனம் பாதை காட்டும் இன்பம் பொங்கி பொங்கி எழும் மனதில் கவலைகள் மாற்றும் தாகம் தீர்க்கும் ஜீவனூற்றினருகில் வந்து பருகு என்று அவர் வசனம் பாதை காட்டும் இன்பம் பொங்கி பொங்கி எழும் மனதில் கவலைகள் மாற்றும் என் எல்லாம் கூடும் என் தேவனால் எல்லாம் கூடும் உறவாகவே உயிரோட கண்மலையே உமதன்றினாய் உயிர்ப்பை என்னை கரைத்தே மோடம் நான் கலங்கரை விளக்கம் கரம் நீட்டி கரம் பற்றியும் துதி சாத்துவே ഉറവാടുവേ സമയത്തോട് അടുക്കുന്നതായ വേളകളിൽ കർത്താവെ ഞങ്ങൾ നിൽക്കുന്ന ഈ കിളിയൊരു ജംഗ്ഷനില് കർത്താവെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ചതായ കടകമ്പാടുകളിലും ബിസിനസ് മേഖലകളിലും യാത്ര ആയിരിക്കുന്നവരും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരെയും എല്ലാവരെയും ദൈവസേനയ്ക്ക് സമർപ്പിച്ച് അടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കേട്ടതായ വചനം ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേട്ടതായ ശബ്ദത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. കർത്താവെ ദൈവത്തിന്റെ ജനം ആരെല്ലാം അവകാശപ്പെടുന്നുവോ അവർക്കൊക്കെ ഒരു ശബ്ദത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവമേ ഞങ്ങൾ കേൾപ്പിച്ചതായ വചനത്തിന് വേണ്ടി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഈ സമയത്ത് വിളിച്ചിരിക്കുന്ന കൃപകൾ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. കർത്താവെ സ്തോത്രം. അവിടുത്തെ വചനം വീണ്ടും പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ, ദൈവത്തിന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ട്. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സകല കൽപ്പനകളും വചനങ്ങളും അനുസരിച്ചുകൊണ്ട് സമുദോടെ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഈ ദേശക്കാരെല്ലാവരും ആയിപ്പോഴാൻ ഇടപെടുത്തണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ വരവ് ഏറ്റവും അസലമായിരിക്കുന്നു എന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ദൈവം ഉണ്ടാക്കുന്നതായ പുതിയ ആകാശം പുതിയ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ ദൈവമേ നിന്റെ പേരും നിന്റെ സന്തതിയുടെ പേരും നിലനിൽക്കും. എന്നാൽ അമാവാസ്യതോടും ശബത്തുതോറും സകല ജനവും എന്റെ സന്നിധിയിൽ നമസ്കരിക്കാൻ വരുമെന്ന് ദൈവമേ പ്രവാചക പുസ്തകത്തിൽ മാനസാന്തരപ്പെട്ട ഭാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കർത്തപ്രകാരം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവമേ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ ഞങ്ങളെ എവിടെയോട് സഹായിക്കണം. കൃപേശ്വരനെ സകലമാനവും മഹത്വമെല്ലാം അങ്ങനെയൊക്കെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ. ആമേൻ. ദൈവനാമം അനുഗ്രഹീതമാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൂത് ഈ ദേശത്ത് ഘോഷിക്കാൻ സൗന്ദര്യ സഭയുടെ കാരപ്പണം സഭയുടെ നേതൃത്വത്തിൽ പ്രിയദാസൻ പാസ്റ്റർ രാജുവും അവരുടെ നേതൃത്വത്തിൽ സഭാ ശുശ്രൂഷകന്മാരും സഭയുടെ പ്രിയ സഹോദരങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തതായ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഇന്നകരമായ ഗാനങ്ങൾ പാടി വീഡിയോ സിസ്റ്റം നിയന്ത്രിച്ചതായ പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഗാനങ്ങളൊക്കെ ആലപിച്ചതായ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകം കഥാവെ വചനം സംസാരിച്ചതായ അവിടുത്തെ ദാസനെ അങ്ങ് ശക്തീകരിച്ചല്ലോ, പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദൂത് ഈ ദേശത്തിരുന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രമിച്ചതായ എല്ലാ അവിടുത്തെ മക്കൾക്കും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.